എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ മസാലകളുടെ ഒരു മിക്സ്ചറാണല്ലോ ഗരം മസാല. ഗരം മസാലയുടെ കൂട്ട് കറക്റ്റ് അല്ല എങ്കിൽ ചെയ്യുന്ന കറിയുടെയും രുചി മാറും. അപ്പോൾ ഇന്ന് ഗരം മസാലയാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ അല്പം മല്ലി ചേർത്ത് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ഗരം മസാല ചെയ്യാൻ പറ്റും. അതാണ് ഈ എപ്പിസോഡ് ഞാൻ കാണിക്കുന്നത്. ഗരം മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എൻ്റെ ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും തന്നേക്കാം. ഇത് കറുവാപ്പട്ട, സിനമൺ, ക്ലോവ്സ് അല്ലെങ്കിൽ ഗ്രാമ്പൂ, ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളക്, സ്റ്റാർ അനീസ് അഥവാ തക്കോലപ്പുട്ടിൽ, കാഡമം അഥവാ ഏലക്ക, കറുത്ത ഏലക്ക എന്ന് പറയും, ബ്ലാക്ക് കാഡമം. ഇത് നല്ല ഫ്ലേവർഫുള്ളാണിത്. ഇതൊന്ന് സംഘടിപ്പിക്കാൻ നോക്കണം. പിന്നെ ഇത് നമ്മുടെ ജാതി പത്രിയാണ്, മെയ്സ് എന്ന് പറയും. ഇത് പക്ഷെങ്കിൽ ഓപ്ഷനിലാണ്, കിട്ടിയെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ സാരമില്ല. ജീരകം അഥവാ ക്യുമിൻ, പെരും ജീരകം അഥവാ ഫെനൽ സീഡ്. അതിന് ചേരുന്ന ഒരളവിൽ നമ്മൾ ഹോൾ മല്ലിയും കൂടെ ചേർക്കണം. ഇല്ല, മല്ലി വേറെ ആയിട്ട് വറക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ വെക്കാഞ്ഞത്. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് പാത്രം വയ്ക്കാം. വലിയ തീയിൽ ചെയ്യാൻ പാടില്ല, കാരണം പെട്ടെന്ന് അതങ്ങ് വങ്ങിപ്പോവും. സ്ലോ ആയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് വരാനായിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം മസാല റോസ്റ്റ് ചെയ്യാൻ. സിനമൺ, കറുവാപ്പട്ട, ഗ്രാമ്പൂ അഥവാ ക്ലോവ്സ്, പിന്നീട് ബ്ലാക്ക് കാഡമം, തക്കോലം, ഏലക്ക, കുരുമുളക്, പിന്നീട് ജാതിപത്രി അതങ്ങ് പൊടിഞ്ഞു പോയി, പെരിഞ്ജീരകം അഥവാ ഫെനൽ സീഡും ക്യുമിൻ സീഡും, പെരിഞ്ജീരകവും ജീരകവും. ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്യണം. ഒരു നന്നായിട്ട് അകം വരെ അത് ചൂടായിട്ട് വരണം. വലിയ തീയിൽ ചൂടാക്കിയാൽ വെളിവശം പെട്ടെന്ന് അങ്ങ് ചൂടാകും. ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി നന്നായിട്ട് അതിൻ്റെ ഒരു മണം വരും. തന്നെ അത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അല്പം നന്നായിട്ട് ചൂടുള്ളത് അറിയാനും പറ്റും. ഈ കറുവാപ്പട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിടണം, അല്ലെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. പകുതി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വറ്റൽമുളകിടാം, ബേ ലീഫ് ചെറുതായിട്ടിടണം, അല്ലെങ്കിൽ നമുക്ക് ഇളക്കാൻ പ്രയാസമാണ്. നമ്മൾ ഓരോന്നും എടുത്ത് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 3 മിനിറ്റോളമായി ഇത് ഓഫ് ചെയ്യുകയാണ്. ഇനി തണുക്കണം. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കിനി മല്ലി വറക്കണം. അതുപോലെ തന്നെ നമ്മൾ വറക്കുന്ന ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ജീരകമൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റിയിടാം. അപ്പോൾ ഇനി നമുക്ക് മല്ലിയോടിട്ട് അതോടൊന്ന് വറുത്തെടുക്കണം. ഈ മല്ലിയൊക്കെ ഒന്ന് കഴുകി ഉണങ്ങിയതാണെങ്കിൽ ഏറ്റവും നല്ലത്. മേടിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് വറക്കാതെ, മല്ലി ഇട്ടും മല്ലി ഇടാതെ നമുക്ക് ചെയ്യാം. മല്ലി ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പും കിട്ടും. ഇതിപ്പോൾ 2 മിനിറ്റായി. അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാണ്. ഈ ചൂടിനകത്ത് വെച്ചേക്കാൻ പാടില്ല, അതിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ഇടാം. കാര്യം പൊടിക്കുന്നത് ഇനി ഒന്നിച്ച് തന്നെയാണ് നമ്മൾ പൊടിക്കുന്നത്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ പൊടിക്കാവൂ. അതുപോലെ തന്നെ ഇത് അടച്ചു വെക്കാൻ പാടില്ല. അടച്ചു വെച്ചാൽ നീരാവി കൊണ്ട് അത് സോഗിയാകും, വെള്ളമാകും. അതുപോലെ മിക്സിക്കകത്തും ഒട്ടും വെള്ളം കാണാൻ പാടില്ല. നന്നായിട്ട് പൊടിയണം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് മല്ലി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയും ഒരു പ്രാവശ്യം ഒന്ന് ഗരം മസാല ഉണ്ടാക്കി നോക്കണം. എല്ലാം ആവി ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് നമുക്ക് എടുത്ത് കുപ്പിക്കകത്ത് വെക്കാം. പരന്ന പാത്രത്തിൽ തന്നെ ഒന്ന് നിരത്തി വെക്കാം. ഇനി അതുപോലെ അടുത്ത സെറ്റും കൂടെ നമുക്കങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യണം. കാര്യം നമ്മൾ 2 സെറ്റായിട്ടല്ലേ ഇട്ട് പൊടിച്ചത്. തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിക്കകത്തിട്ട് വയ്ക്കാം. ഗ്ലാസ് ബോട്ടിലിനകത്ത് ഇത് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റായിട്ടുള്ള അടപ്പ് വേണം. കുപ്പിയിലിടുമ്പോൾ താഴെ വേറൊരു പാത്രം കൂടെ വെക്കണം. താഴെ പോകാമെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. പണ്ടുള്ളവർ പറയുന്ന പോലെ നോക്കിയും കണ്ടും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗരം മസാല പരിപാടി കഴിഞ്ഞു. നിങ്ങൾ ഇത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. കമൻറ്റ്സ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്താലേ ചാനലിന് റീച്ച് കിട്ടത്തുള്ളൂ. സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ്. യു സ്റ്റേ സേഫ്.